ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, എങ്ങനെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് സിക്നെസ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടർ. എന്താണ് സ്മോൾ സ്കെയിൽ സെക്ടറിൽ ഉണ്ടാകുന്ന സിക്നെസ്, ഇൻഡസ്ട്രിയൽ സിക്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We find that industrial sickness is continuously on increase. On an average, 55 unit fall sick every day. ഓരോ ദിവസവും ആവറേജ് 55 ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എങ്കിലും സിക്ക് യൂണിറ്റ് ആയിട്ട് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സിക്നെസ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു പ്രൈവറ്റ് സെക്ടർ ഓൺലി. ഇറ്റ് ഈസ് ഈക്വലി എൻഡമിക് ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. പ്രൈവറ്റ് സെക്ടറിൽ മാത്രമല്ല, പബ്ലിക് സെക്ടറിലും കണ്ടുവരുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്ന് പറയുന്നത്. എ സിക്ക് യൂണിറ്റ് ഈസ് കോമൺലി മീൻസ് എ യൂണിറ്റ് വിച്ച് ഈസ് നോട്ട് ഹെൽത്തി. ഹെൽത്തി അല്ലാത്ത ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. Sickness is defined as the situation where the revenue of a firm are insufficient to meet the cost and the rate of return on investment is less than the firm's cost of capital. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആണ്. അതായത് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് നമുക്കറിയാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ലോങ് ടേം ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഏതിൽ നിന്ന് കിട്ടുന്നില്ല, റിട്ടേൺ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. The sick industrial unit is defined as one that had existed for at least 5 years and had incurred accumulated losses equal to or exceeding its entire net worth at the end of any financial year. എന്താണ് ലാസ്റ്റ് 5 വർഷമായിട്ട് നിലനിൽക്കുകയും ഈ 5 വർഷത്തിൽ ഓരോ വർഷവും എന്താണ് ലോസാണ് ഉണ്ടാവുന്നത്. ആ അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറയുന്നത് നെറ്റ് വർത്തിനേക്കാൾ കൂടുതലാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഇൻക്വയർ ചെയ്യുന്ന ഓർഗനൈസേഷനെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഡിഫൈൻഡ് എ സിക്ക് യൂണിറ്റ് ആസ് one which has incurred a cash loss for 1 year and is likely to continue incurring losses for the current year as well as in the following year, and the unit has an imbalance in its financial structure such as current ratio is less than 1:1 and there is worsening trend in debt equity ratio. This is the definition given by RBI. RBI കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഒരു വർഷം ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ലോസ് ഉണ്ടാവുകയും ആ ഒരു ലോസ് ആ വർഷവും ഇനി വരുന്ന വർഷങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്? സച്ച് ആസ് കറൻറ്റ് റേഷ്യോ ഈസ് ലെസ് ദാൻ 1:1. നമുക്കറിയാം ഐഡിയൽ കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ് അല്ലേ. കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റ് ഈസ് ടു കറൻറ്റ് ലയബിലിറ്റി എന്നുള്ളതാണ്. അത് 1:1 ആയിരിക്കണം എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ കുറവ് വരികയാണെങ്കിൽ, കറൻറ്റ് അസറ്റ് കറൻറ്റ് ലയബിലിറ്റിയേക്കാൾ കുറവ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കറൻറ്റ് ലയബിലിറ്റി കൂടുതലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വേഴ്സണിങ് ആവുകയാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് വേഴ്സണിങ് മീൻ മോശമാവുക അല്ലേ. അതായത് ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഇംബാലൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷവും കറണ്ട് ഇയറിലും തുടർന്ന് വരുന്ന വർഷങ്ങളിൽ ലോസ് ഉണ്ടാവുകയും ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഇംബാലൻസ് വരികയും ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്. The causes of industrial sickness can be broadly divided into 2 categories. They are internal causes and external causes.
Then as we know, internal causes എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ കോസസ് ആർ ദോസ് കോസസ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ഓർ അവോയ്ഡ് ബൈ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, അല്ലേ? ഒരു മാനേജ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസസിനെയാണ് നമ്മൾ ഇന്റേണൽ കോസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്റേണൽ കോസസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റോങ് സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ റോങ് ലൊക്കേഷൻ അത് നമുക്ക് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാവുന്നതാണ്? കറക്റ്റ് ചെയ്യാവുന്നതാണ്. പുവർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റിൻ്റെ പുവർ ക്വാളിറ്റി, ഇപ്പോൾ ഇൻഫീരിയർ ക്വാളിറ്റി പോലെയുള്ള പുവർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ദെൻ പുവർ മാർക്കറ്റിംഗ് എഫേർട്ട്, അഡ്വർടൈസ്മെൻറ്റ് അതൊന്നും ഇല്ലാതിരിക്കുക. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് അതൊന്നും ഇല്ലാതിരിക്കുക. പുവർ മാർക്കറ്റിംഗ് എഫേർട്സ്. ഡിഫക്റ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. ദെൻ പുവർ മാനേജ്മെൻറ്റ്, ഡിസ്പ്യൂട്ട് എമംഗ് മാനേജേരിയൽ പേഴ്സണൽ, ലാക്ക് ഓഫ് അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതിരിക്കുക ആവശ്യത്തിന്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി, നമുക്കറിയാം ഒരു മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും, അല്ലേ? ആ കപ്പാസിറ്റി യൂസ് ചെയ്യാതിരിക്കുക. ദെൻ ലേബർ പ്രോബ്ലംസ്, വേജ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വർക്കിംഗ് കണ്ടീഷൻ കറക്റ്റ് അല്ലെങ്കിലൊക്കെ ലേബർ പ്രോബ്ലംസ് ഉണ്ടാവാം. ദെൻ മിസ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ കോസസ് എന്ന് പറയുന്ന സിക്നസ്സിലേക്ക് ലീഡ് ചെയ്യാവുന്നത്. ഇതിലൊരു 90% കോസസും എന്ത് ചെയ്യാവുന്നതാണ്? അവോയ്ഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ കോസസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എക്സ്റ്റേണൽ കോസസ് ആർ ദോസ് ഓൺ വിച്ച് മാനേജ്മെൻറ്റ് ഓഫ് ദ യൂണിറ്റ് ഹാസ് നോ കൺട്രോൾ ഓവർ ഇറ്റ്, അല്ലേ? ആൻഡ് ദേ ആർ അറൈസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന കോസസ് ആണ്. അതൊരിക്കലും മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. നോൺ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് സച്ച് ആസ് റോ മെറ്റീരിയൽ, പവർ എക്സെട്ര. അതായത് എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ നോൺ അവൈലബിലിറ്റി. ദെൻ കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്, സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന കോമ്പറ്റീഷൻ. സഡൻ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ച് ഗവൺമെൻറ് പോളിസിയിൽ എന്ത് വരാം? ചേഞ്ച് വരാം. ദെൻ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നോൺ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് സച്ച് ആസ് റോ മെറ്റീരിയൽ, പവർ, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ അഭാവം. ദെൻ ഇൻകപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് പ്രൊക്വർ ക്രെഡിറ്റ്, ആവശ്യത്തിന് ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൊക്വർ ചെയ്യാനുള്ള ഇൻകപ്പാസിറ്റി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നോ ക്രെഡിറ്റ് കളക്ട് ചെയ്യാനുള്ള ഇൻഎബിലിറ്റിയാണ് വേറൊരു പോയിന്റ്. ദെൻ ലിമിറ്റഡ് ഫിനാൻഷ്യൽ ബേസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന പുവർ ഫാമിലിയിൽ നിന്നുള്ളവരായിരിക്കുക. ദെൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ബേസ്, ഒരു പ്രൊമോട്ടറുടെ ഫിനാൻഷ്യൽ ബേസ് ലിമിറ്റഡ് ആയിരിക്കുക എന്നുള്ളത്. ദെൻ ഗവൺമെൻറ് റെഗുലേഷൻ, ഒരുപാട് ഗവൺമെൻറ് റെഗുലേഷൻസ് വന്നിട്ടുണ്ട് 1991 ശേഷമൊക്കെ. ഒരുപാട് റെഗുലേഷൻസ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെവി ടാക്സസ്, അല്ലേ? ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ്. ദെൻ ഡിലേ ഇൻ പ്രൊവൈഡിങ് ഫിനാൻസ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ അതൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു ക്രെഡിറ്റ് പ്രൊക്വയർ ചെയ്യാനുള്ള ഇന്നബിലിറ്റി. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അവർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഡിലേ ഉണ്ടാകുന്നു. ദെൻ ടെക്നിക്കൽ ഒബ്സലസൻസ്, നമുക്കറിയാം ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടുഡേസ് ടെക്നോളജീസ് ബിക്കം ഒബ്സലറ്റ് ടുമോറോ, അല്ലേ? നാളെ അതെന്തായി മാറുന്നു? ഒരു ഒബ്സലസൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ദീസ് ആർ ദി വേരിയസ് എക്സ്റ്റേണൽ causes leading to industrial sickness. Then next we are discussing about what are the remedial measures for industrial sickness എന്നുള്ളതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സിക്ക് ഇൻഡസ്ട്രീസ് പോളിസി in 1978. The government of India announced its first sick industries policies in 1978. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്ത പോളിസിയാണ് 1978. സിക്ക് ഇൻഡസ്ട്രീസ് പോളിസി 1978. The policy recognized that sickness was occurring due to faulty management and the inability of financial institutions to perform their role. The policy also recognized that revival of sick industrial unit is the joint responsibility of central government, state government,
ലേബേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, മാനേജ്മെൻറ്റ്, എക്സെട്ര എക്സെട്ര. എന്താണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്? ഈ ആക്റ്റിൽ അല്ലെങ്കിൽ ഈ പോളിസിയിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ സിക്നസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫോൾട്ടി മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ റോള് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാത്തതുമാണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സിക്നസ്സിനെ ഈ സിക്ക് യൂണിറ്റിൻ്റെ റിവൈവൽ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ലേബേഴ്സിൻ്റെയും എല്ലാവരുടെയും കൂടി ഒരു ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഈ ഒരു പോളിസിയിൽ പറയുന്നത്. ഇൻ ദിസ് പോളിസി സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് were asked to devise a scheme of rehabilitation. For this purpose they could take refinancing assistance from IRBI and IDBI at a concessional rate of interest. ഈ ഒരു പോളിസി പ്രകാരം സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും അതേപോലെ കൊമേഴ്സ്യൽ ബാങ്കുകളും സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ഒരു റിഹാബിലിറ്റേഷൻ സ്കീം എടുക്കണമെന്ന് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് വേണ്ടിയിട്ട് IDBIയും IRBIയും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? റീഫിനാൻസിങ് അസിസ്റ്റൻസ് ഈ പറയുന്ന SFCക്കും കൊമേഴ്സ്യൽ ബാങ്കിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിക്നസ്സിൽ നിന്നും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ റിവൈവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പോളിസിയാണ് സിക്ക് ഇൻഡസ്ട്രീസ് പോളിസീസ് 1978. The second one, Sikh Industries Policies 1981. Sikh Industries Policies 1978 was reviewed in 1981. അതിൽ റിവ്യൂ ചെയ്താണെങ്കിൽ ചേഞ്ച് വരുത്തി ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് 1981. Then where administrative ministers were assigned specific responsibility for prevention and remedial action. അതായത് ഈ ഫസ്റ്റ് ആ പോളിസിയിൽ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പോളിസിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സിന് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്തു? അസൈൻ ചെയ്തു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സിക്നെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റെമഡിയൽ ആക്ഷൻ എടുക്കാനുള്ള മെയിൻ റെസ്പോൺസിബിലിറ്റി ആർക്കായി? ഈ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സിന് അസൈൻ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സിക്ക് ഇൻഡസ്ട്രീസ് കമ്പനീസ് ആക്ട് 1985. ദിസ് സ്പെഷ്യൽ ലോ വാസ് ഇനാക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് വിത്ത് എ വ്യൂ ടു എൻഷുർ timely detection of industrial sickness and to expedite the revival of viable sick units. എന്താണ് ഈ ഒരു ലോയും ഇനാക്ട് ചെയ്തത് ഗവൺമെൻറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സമയങ്ങളിൽ കറക്റ്റായിട്ട് ഇൻഡസ്ട്രിയൽ സിക്നസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രീസ് ഏതാണോ സിക്ക് ഇൻഡസ്ട്രീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിന് വയബിൾ ആണെങ്കിൽ അവയെ റിവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവയെ റിവൈവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പോളിസി എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് 1985 ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇനാക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ സിക്നസിൻ്റെ റിവൈവലിന് വേണ്ടി തന്നെയാണ് ഈ ആക്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുവേണ്ടി ഈ ആക്ട് പ്രകാരമാണ് നെക്സ്റ്റ് മെഷറായ ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ബോർഡ് ആര് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് വൺ ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റപ്പ് BIFR ഓർ ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻസ് ഇൻ 1987 ആസ് പെർ 1985 ആക്ട്. 1985 ആക്ട് പ്രകാരം കൊണ്ടുവന്നൊരു ബോർഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കോർഡിംഗ് ടു BIFR, rehabilitation is done only for those units which are considered viable. അതായത് വയബിൾ ആണ് എന്നുള്ള സിക്ക് യൂണിറ്റിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്. റീഹാബിലിറ്റേറ്റ് ചെയ്യുക മീൻസ് പുനരുദ്ധരിക്കുക മീൻസ് അവരെ ലോസിൽ നിന്നും കരകയറ്റി നല്ലൊരു യൂണിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ വയബിൾ ആയിട്ടുള്ള യൂണിറ്റിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്. എ യൂണിറ്റ് ഈസ് കൺസിഡേർഡ് വയബിൾ ഇഫ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് നെറ്റ്വർത്ത് പോസിറ്റീവ് വിത്തിൻ എ റീസണബിൾ പീരിയഡ് ആൻഡ് വൈപ്പിംഗ് ഔട്ട് ദി അക്യുമുലേറ്റഡ് ലോസസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 10 years. ഇനി ഏതാണ് വയബിൾ യൂണിറ്റ് എന്ന് പറയുന്നത്? ഒരു റീസണബിൾ പീരിയഡിനുള്ളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയും 10 വർഷത്തിനുള്ളിൽ അവരുടെ അക്യുമുലേറ്റഡ് ലോസ് ഇല്ലാതാക്കാൻ പറ്റുകയും ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ വയബിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വയബിൾ യൂണിറ്റിനെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വേറൊരു സ്കീമാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IRCI ഇൻ ദ ഇയർ 1971. ഇതും ഏതിനു വേണ്ടി തന്നെയാണ്? സിക്ക് യൂണിറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. ആക്ട് ആസ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, SSIയുടെ ഒരു ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ആക്ട് ചെയ്യുക. ദെൻ ടു ഡയഗ്നോസ് ദി വേരിയസ് അലൈങ് യൂണിറ്റ്സ് ആൻഡ് ഗീവ് എക്സ്പെർട്ട് അഡ്വൈസ് ഫോർ റെമഡിയൽ ആക്ഷൻ. അതായത് ഈ പറയുന്ന സിക്ക് യൂണിറ്റ് ആവാൻ സാധ്യതയുള്ളതിനെ കണ്ടെത്തുകയും അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. ദെൻ റീസ്ട്രക്ചറിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് എ യൂണിറ്റ്, ഓരോ യൂണിറ്റിൻ്റെയും മാനേജ്മെൻറ്റ് റീസ്ട്രക്ചർ ചെയ്യാം. ദെൻ പ്രൊവൈഡിങ് ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ ഗൈഡൻസ് ടു സിക്ക് യൂണിറ്റ്, സിക്ക് യൂണിറ്റിന് വേണ്ട ടെക്നിക്കൽ അഡ്വൈസസ് അല്ലെങ്കിൽ മാനേജീരിയൽ അഡ്വൈസസ് കൊടുക്കുക. ദെൻ ആക്ടിങ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ സെക്യൂറിങ് അസിസ്റ്റൻസ് ഫ്രം ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബാങ്കിൽ നിന്നൊക്കെ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി എന്തായിട്ട് ആക്ട് ചെയ്യുക? കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് IRCIയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഇത് തന്നെയാണ്. ഇവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ മാനേജറിയൽ അസിസ്റ്റൻസ് കൊടുക്കുക, മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു കാറ്റലിസ്റ്റായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 6th one സ്റ്റെപ്സ് ടേക്കൺ ബൈ ബാങ്ക്സ് ആണ്. എസ്പെഷ്യലി കൊമേഴ്സ്യൽ ബാങ്ക് ഒരുപാട് സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടി ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഓഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റീസ്, റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ്. അവർ റെഡ്യൂസ്ഡ് റേറ്റിൽ ഇൻട്രസ്റ്റിൽ എന്ത് കൊടുക്കുക? ലോൺ കൊടുക്കുക. അത് റിക്കവർ ചെയ്യുന്നതിലും ഇൻട്രസ്റ്റിന് കൺസെഷൻ കൊടുക്കുക. സ്യൂട്ടബിൾ മൊറട്ടോറിയം ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, അതായത് തിരിച്ചടയ്ക്കാൻ കുറച്ച് കാലാവധിയൊക്കെ കൊടുക്കുക. ഫ്രീസിങ് എ പോർഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ അക്കൗണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ്ങിലൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ എന്ത് ചെയ്യുന്നത്? ഫ്രീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ആരും എടുത്തിട്ടുണ്ട്, കൊമേഴ്സ്യൽ ബാങ്കുകൾ എടുത്തിട്ടുണ്ട്. ദെൻ 7th one IDBI സ്പെഷ്യൽ സെല്ല്. A special cell has been set up within Rehabilitation Finance Division of IDBI to take care of sickness referred to by the banks. IDBI ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സിക്നെസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ സെൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ 8th one സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ. This is the another cell set up in RBI as a coordinating agency and clearing house to get information relating to sick unit. RBIയുടെ വേറൊരു RBI തുടങ്ങിയ ഒരു സെല്ലാണ് ഇതെന്ന് പറയുന്നത് സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ എന്ന് പറയുന്നത്. ഇതും സിക്ക് യൂണിറ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അവരുടെ റിവൈവലിനും വേണ്ടിയിട്ടാണ്. ദെൻ 9th one മെഷേഴ്സ് ടേക്കൺ ബൈ RBI. ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സിക്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ റിവൈവ് ചെയ്യിക്കാൻ വേണ്ടി RBIയും ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 മെഷേഴ്സ് പറയാം. ഫസ്റ്റ് വൺ, RBI സെറ്റപ്പ് സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ. ഓൾറെഡി പറഞ്ഞല്ലോ, സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, ദി RBI ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സ്റ്റാൻഡിംഗ് കോർഡിനേഷൻ കമ്മിറ്റി ടു കൺസിഡർ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു കോർഡിനേഷൻ ബിറ്റ്വീൻ കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഓൺഗോയിങ് ബേസിസ്. അതായത് ഈ മറ്റുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ SSIക്ക് ഫിനാൻസ് കൊടുക്കുന്ന അവരെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി RBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എ സ്പെഷ്യൽ സെൽ ഹാസ് ബീൻ സെറ്റപ്പ് വിത്തിൻ റീഹാബിലിറ്റേഷൻ ഫിനാൻഷ്യൽ ഡിവിഷൻ ഓഫ് IDBI. IDBIയുടെ ഉള്ളിൽ തന്നെ നമ്മൾ അതും നേരത്തെ പറഞ്ഞു, IDBI സ്പെഷ്യൽ സെൽ എന്നുള്ളതും അതും ആര് ഓർഗനൈസ് ചെയ്തതാണ്? RBI ഓർഗനൈസ് ചെയ്തതാണ്. Then the RBI has issued suitable guidelines to the banks with a view to ensure that the potentially viable sick unit in small scale sector give due attention and timely support from bank. അതായത് കൊമേഴ്സ്യൽ ബാങ്കിന് സമയങ്ങളിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ സിക്ക് യൂണിറ്റിന് വേണ്ട അറ്റൻഷൻ കൊടുക്കണം എന്ന് ഉള്ളതുകൊണ്ട്. ദെൻ ഇത്രയൊക്കെയാണ് RBI എടുത്തിരിക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ 10th one അസിസ്റ്റൻസ് ബൈ SFC സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനും ഈ പറയുന്ന സിക്ക് യൂണിറ്റിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എന്തെടുത്തിട്ടുണ്ട്? ഒരുപാട് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഫണ്ടിങ് ഓഫ് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ്,
ഓവർ ഡ്യൂ ആയതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. വെയ്വർ ഓഫ് പീനൽ ഇൻട്രസ്റ്റ്, ആ പീനൽ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഒരു എന്താ പറയുക കാലതാമസം വരുത്തിയ ഒരു ഇൻട്രസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെയ്വർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റീഷെഡ്യൂളിംഗ് ഓഫ് ലോൺ, ഇവർക്ക് വേണ്ട ലോൺ ഫെസിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ദെൻ മാർജിൻ മണി ഫോർ അഡീഷണൽ ടേം ലോൺ ഈസ് പ്രൊവൈഡഡ്, അഡീഷണൽ ടേം ലോൺ വേണമെങ്കിൽ അതിന് വേണ്ട മാർജിൻ മണി ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്കീംസുകൾ, റിലീഫും കൺസെഷനൊക്കെ SFC സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ 11th one, സർവീസ് ബൈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ TCO. TCOയും ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷനും കുറച്ച് അസിസ്റ്റൻസും സർവീസസും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്, ഇവർക്ക് വേണ്ടി ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ സിക്നെസ്സിനെ കുറിച്ച് അറിയാനും അതിൻ്റെ റീസണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ദെൻ റീഹാബിലിറ്റേഷൻ പ്ലാൻ ഫോർ റിവൈവിംഗ് ഓഫ് സിക്ക് യൂണിറ്റ്, സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ പ്ലാനുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡിങ് ടെക്നിക്കൽ, മാനേജീരിയൽ ആൻഡ് കൊമേഴ്സ്യൽ കൗൺസിലിംഗ്, ഈ പറയുന്ന സിക്ക് യൂണിറ്റിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ്, മാനേജീരിയൽ, ടെക്നിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ കൗൺസിലിംഗ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരും ഈ ഒരു SSI യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, മാർജിൻ മണി സ്കീം. ദിസ് സ്കീം വാസ് ഇവോൾവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ റിവൈവൽ ഓഫ് വയബിൾ സിക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സിക്കായിട്ടുള്ള വയബിൾ ആയിട്ടുള്ള, സിക്കാണ് പക്ഷെ അത് വയബിൾ ആണ്, അവ എന്ത് ചെയ്യാൻ സാധിക്കും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരികയും കേരള ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്ത ഒരു സ്കീമാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ നേരത്തെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സ്കീമാണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള SSI യൂണിറ്റിന് അസിസ്റ്റൻസ് കൊടുക്കുകയാണെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെമഡിയൽ മെഷേഴ്സ് എന്തിനു വേണ്ടി എടുത്തിട്ടുണ്ട്, ഈ SSI യൂണിറ്റിൻ്റെ സിക്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ സിക്നെസ്സിനെ കുറിച്ചാണ്. അതിൻ്റെ കോസസ് എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.